നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഫോഴ്സ്ഫുള്ളി യാതൊന്നും ആരും റെസിനേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ട് കളയുക. നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് കാണുക. നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സായി തന്നിരിക്കുന്ന ത്രെഡുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് സോഴ്സ് എനർജിയാണ്. 7 ഓഫ് സോഴ്സ് എനർജി പറയുന്നത് നിങ്ങളുടെ റിലേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാർമിക് സിറ്റുവേഷനിലൂടെയാണ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ബട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഈ റിലേഷൻ പഴയ രീതിയിലാവുന്നില്ല. ഇതിൽ ഇഷ്യൂവിൽ നിന്ന് ഇഷ്യൂവിലേക്ക് പോകുന്ന ഒരു റിലേഷനാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഫുള്ളും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസികമായിട്ട് ഒത്തിരി പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് കാണുന്നു. എന്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലും അതിലൊരു റിസൾട്ടും കിട്ടാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ സത്യാവസ്ഥ ഒരിക്കലും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ ഒരിക്കലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുണ്ടാക്കുക. മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു, ഒത്തിരി നിങ്ങൾ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും സഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നല്ല ഫീലിങ്സ് ഉള്ള, നല്ല സിൻസിയർ ആയിട്ടുള്ള, നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള, ഇമോഷണൽ കണക്ഷനുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതിൻ്റെ ഒരു എന്താ പറയുക, വിഷമങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക. എന്ത് നോ കോണ്ടാക്റ്റ് ആണ്, സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. ആ ഇഷ്യൂസ് എല്ലാം മാറി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില സമയങ്ങളിൽ അവർ നിങ്ങളോട് സ്നേഹം ഒരുപാട് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടായിരിക്കും നിർത്തുക. പക്ഷേ എത്രമാത്രം ഡിസ്റ്റൻസ് നിങ്ങളോട് വെച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളോട് നല്ല ഫീലിങ്സ് ഉണ്ട്, നിങ്ങളിൽ അട്രാക്ഷനുണ്ട്, എല്ലാം ആ പേഴ്സണുണ്ട്. എത്ര ഡിസ്റ്റൻസിലായാലും ആ പേഴ്സൺ നിങ്ങളെ തിരക്കി വരും എന്നാണ് കാണാൻ കഴിയുന്നത്. അത്രത്തോളം സ്നേഹമുള്ള വ്യക്തിയാണ്. അടുത്തത് 9 ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഈ ലൈഫിലേക്ക് തിരിച്ചു വന്ന് വളരെയധികം സന്തോഷമായിട്ട് റീയൂണിയൻ സംഭവിച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, റിലേഷനിൽ മാത്രമല്ല, നിങ്ങളുടെ കരിയർ ഗ്രോത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും നിങ്ങൾ എന്താണോ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ റീയൂണിയൻ ഉണ്ടാകാൻ പോകും. നിങ്ങളുടെ സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകും. അത് നിങ്ങൾ തുടർച്ചയായിട്ട് എന്ത് കാര്യത്തെ പറ്റിയാണോ നിങ്ങൾ യൂണിവേഴ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വർക്കാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ അനുഭവിക്കുന്ന ആ ഒരു കാർമിക് ലെവൽ സിറ്റുവേഷൻ അതൊക്കെ മാറും, എത്രയും വേഗം മാറും. നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെച്ചാൽ മതി. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും, തീർച്ചയായിട്ടും തരും എന്ന്. വളരെ നല്ലൊരു റീഡിംഗ് ആണ്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം വളരെ വേഗത്തിൽ തന്നെ ശരിയാവും. ഓക്കെ, താങ്ക് യു.